ദൈവസ്നേഹത്തിനു വേണ്ടി സ്വന്തം മാതൃത്വം പോലും പരിത്യാഗം ചെയ്ത ഒരു വിശുദ്ധയാണ് മേരി ഓഫ് ദി ഇൻകാർണേഷൻ എന്നറിയപ്പെടുന്ന മേരി ഗയാർ. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലായിരുന്നു മേരി ജീവിച്ചിരുന്നത്. വിവാഹിതയായെങ്കിലും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഭർത്താവ് മരിച്ചതോടെ അവൾ വിധവയായി. 19-ാം വയസ്സിൽ ക്ലോഡ് എന്ന കൈക്കുഞ്ഞിനൊപ്പമാണ് മേരി ജീവിതത്തിന്റെ വഴിത്തിരിവിലെത്തിയത്. ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന മേരിക്ക് ഉള്ളിൽ ശക്തമായ ദൈവവിളി അനുഭവപ്പെട്ടു. ഓർസലേം സന്യാസ സഭയിൽ ചേരാനായിരുന്നു അവളുടെ ആഗ്രഹം. 12 വയസ്സുകാരനായ തന്റെ മകനെ ഉപേക്ഷിച്ച് സന്യാസ മഠത്തിലേക്ക് പോവുക എന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. മേരി മഠത്തിൽ ചേർന്നപ്പോൾ മകൻ ക്ലോഡ് മഠത്തിന്റെ വാതിലിൽ വന്ന് കരഞ്ഞുകൊണ്ട് അമ്മയെ തിരികെ വിളിക്കുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. എന്റെ അമ്മയെ എനിക്ക് തിരികെ തരൂവെന്ന് ഉറക്കെ കരയുന്ന മകനെ ദൈവകൃപയിൽ വിശ്വസിച്ച് അവൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഈ പ്രവൃത്തി അക്കാലത്ത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കി. സന്യാസ ജീവിതം സ്വീകരിച്ച ശേഷം മേരി കാനഡയിലെ ക്യൂബെക്കിലേക്ക് മിഷനറി പ്രവർത്തനത്തിനായി പോയി. അവിടെ തദ്ദേശവാസികൾക്കായി സ്കൂളുകൾ സ്ഥാപിക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തു. കാനഡയിലെ കത്തോലിക്ക സഭയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച അവരെ മദർ ഓഫ് ന്യൂ ഫ്രാൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മേരി ഉപേക്ഷിച്ചു പോയ മകൻ ക്ലോഡ് പിന്നീട് ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയായി മാറി എന്നത് മറ്റൊരു അത്ഭുതമാണ്. തന്റെ അമ്മയുടെ ആത്മകഥയും അവരുടെ ആത്മീയ ദർശനങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തിയത് മകൻ തന്നെയായിരുന്നു. അവർ തമ്മിൽ കത്തുകളിലൂടെ ശക്തമായൊരു ആത്മീയ ബന്ധം പിൽക്കാലത്ത് രൂപപ്പെട്ടു. മേരിയുടെ ഈ ത്യാഗപൂർണമായ ജീവിതം പരിഗണിച്ച് 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. സ്വന്തം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതത്തിന് കീഴടങ്ങിയ അവളുടെ ജീവിതം ഇന്നും വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചയാണ്. മനുഷ്യസഹജമായ സ്നേഹത്തെക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിന് പ്രാധാന്യം നൽകിയ വിശുദ്ധ മേരി വിശ്വാസം എന്നത് വലിയ ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു.